അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജൂതന്മാർ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഗുഹാവാസികളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമോ എന്ന് മക്ക മുശ്രിക്കുകൾ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതിനുള്ള മറുപടിയായി ഗുഹാവാസികളുടെ കഥ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരിച്ചു കൊടുക്കുകയാണ് 9 മുതൽ 26 വരെയുള്ള ആയത്തുകളിലൂടെ. ഈ കഥയുമായി ബന്ധപ്പെട്ട് ആമുഖമായി ഇന്നലെ പറഞ്ഞ അനുബന്ധ ക്ലാസ് കേട്ട ശേഷം ഈ ആയത്തുകൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ കഥാവിവരണത്തിൻ്റെ തുടക്കത്തിൽ 4 ആയത്തുകളിൽ ഈ കഥയുടെ ആകത്തുക ഒരു ആമുഖമായി കൊണ്ട് ചുരുക്കി പറയുകയാണ്. അതിൽ 2 ആയത്തുകൾ 9, 10 ആയത്തുകൾ ഇന്നും 11, 12 ആയത്തുകൾ നാളെയുമാണ് പഠിക്കുക ഇൻഷാ അല്ലാഹ്. കഥ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അം ഹസിബത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി, ഗുഹാവാസികളെയും എഴുതിവെച്ച ഫലകത്തെയും കുറിച്ച് താങ്കൾ കരുതിയോ? കാനൂമിൻ ആയാത്തിന അജബ, അവയൊക്കെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു അത്ഭുതമായിരുന്നുവെന്ന്. ഗുഹാവാസികളും റക്കീമുമാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ എന്നാണോ താങ്കൾ കരുതിയത്? ഗുഹാവാസികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി ക്രൂരനായ രാജാവിൻ്റെയും ബഹുദൈവ വിശ്വാസികളായ ജനങ്ങളുടെയും പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഗുഹയിൽ അഭയം തേടിയ യുവാക്കളാണ്. അവരെക്കുറിച്ച് വിശദമായി നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. റക്കീം എന്നത് ആ യുവാക്കളോടുള്ള ആദരവ് കാരണം അവരുടെ മരണശേഷം അവരുടെ പേരുകൾ ഗുഹാമുഖത്ത് എഴുതിവെച്ച ഫലകത്തിനാണ് പറയുന്നത് എന്നാണ് പൊതുവായി അംഗീകരിക്കപ്പെട്ട വിശദീകരണം. എന്നാൽ റക്കീം എന്നത് ആ ഗുഹ ഉണ്ടായിരുന്ന പർവ്വതത്തിൻ്റെയോ താഴ്വരയുടെയോ പേരായിരുന്നു എന്ന അഭിപ്രായവും ഉണ്ട്. ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് അധിക പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ളത്. അം ഹസിബത, താങ്കൾ വിചാരിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ചോദിക്കുന്നതെങ്കിലും എല്ലാവരോടുമാണ് ഈ ചോദ്യം. പ്രത്യേകിച്ച് ജൂതന്മാർ പറഞ്ഞു കൊടുത്തതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യം ചോദിച്ച ഖുറൈശികളോടാണ് ഈ ചോദ്യം. കാരണം അവർ വിചാരിച്ചത് അത്ഭുതകരമായ ദൈവിക സിദ്ധികൾ ലഭിച്ച പുണ്യാത്മാക്കൾ ജൂത ക്രിസ്ത്യാനികളിലാണുള്ളതെന്നും മുഹമ്മദിനെക്കാളും നല്ലത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് എന്നുമായിരുന്നു. അതുകൊണ്ട് നീ ധരിച്ചുവോ എന്ന നബിയോടുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ഖുറൈശികളോടാണ്. നിങ്ങൾ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു മഹാ അത്ഭുതമായിട്ടാണോ കരുതിയത്? അതിനേക്കാളൊക്കെ അത്ഭുതകരമായ എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. മനുഷ്യൻ്റെ ചുറ്റുപാടിലുള്ളതും മനുഷ്യനിൽ തന്നെയുള്ളതുമായ അള്ളാഹുവിൻ്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാത്തവർക്ക് അതൊന്നും ഉപകരിക്കില്ല. ചുറ്റും കാണുന്നതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് എന്തെങ്കിലും അസാധാരണ സംഭവങ്ങൾ കാണുമ്പോൾ മാത്രം അതിനെ മാത്രം അത്ഭുത ദൃഷ്ടാന്തമായി കാണുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ അതുമാത്രം അത്ഭുതമായി കാണുന്നോ എന്ന നിലയ്ക്ക് ഇവിടെ അം ഹസിബത എന്ന് ചോദിക്കുന്നത്. തുടർന്ന് യുവാക്കൾ ഗുഹയിൽ അഭയം തേടിയ സന്ദർഭം വിവരിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് അവൽ ഫിതിയതു ഇലൽ കഹ്ഫി, യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം. ഇത് അവ അഭയം തേടിയ സന്ദർഭം. അവ എന്ന് പറഞ്ഞാൽ താമസമാക്കി എന്നാണ്. അൽ ഫിതിയത്തു, യുവാക്കൾ, ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക്. യുവാക്കൾ തങ്ങളുടെ രക്ഷക്കായി ഗുഹയിലെത്തിയപ്പോൾ ആ സന്ദർഭത്തിൽ ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചു എന്നാണ് ഇവിടെ അർത്ഥം. കാരണം ഗുഹയിൽ അഭയം തേടി വന്ന അവരുടെ സാഹചര്യവും അവസ്ഥകളും മുൻനിർത്തി അവർ അള്ളാഹുവിനോട് തേടുകയാണ് ഇവിടെ. എന്താണ് തേടുന്നത്? റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ, റബ്ബേ ഞങ്ങൾക്ക് നിന്നിൽ നിന്നുള്ള കാരുണ്യം നൽകണമേ. ആരാണ് ഈ പ്രാർത്ഥിക്കുന്നതെന്ന് ഓർക്കണം. അള്ളാഹുവിൻ്റെ ദീനിൽ നിലകൊള്ളാൻ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ശത്രുക്കളുടെ പീഡനങ്ങൾ ഏറെ സഹിച്ച് ഏറ്റവും ഒടുവിൽ തങ്ങളുടെ യുവത്വത്തിൽ തന്നെ കുടുംബവും സമ്പത്തുമൊന്നും വേണ്ടെന്ന് വെച്ച് അള്ളാഹുവിൻ്റെ ദീൻ കൈവിടില്ല എന്ന് ഉറച്ചുകൊണ്ട് ഗുഹയിൽ അഭയം പ്രാപിക്കുമ്പോഴാണ് അവർ അള്ളാഹുവിൻ്റെ കാരുണ്യം തേടുന്നത്. അപ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം വേണം, അള്ളാഹു സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ, ഞങ്ങളുടെ കാര്യം വിവേകപൂർവം കൈകാര്യം ചെയ്യാൻ സൗകര്യം സജ്ജമാക്കി തരണേ. വഹയ്യി ലനാ, ഞങ്ങൾക്ക് നീ ഒരുക്കിത്തരികയും ചെയ്യണമേ. മിൻ അംരിന, ഞങ്ങളുടെ പ്രശ്നത്തിൽ റഷദൻ, വിവേകം അല്ലെങ്കിൽ നേർവഴി, കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ എന്നാണ് അവരുടെ പ്രാർത്ഥന.
ഞങ്ങളുടെ മേൽ കാരുണ്യം ചൊരിഞ്ഞ് കാര്യങ്ങൾ എളുപ്പമാക്കി തരണമേ എന്ന്. അവരുടെ അപ്പോഴത്തെ അവസ്ഥ, ഗുഹയിൽ പ്രവേശിച്ചാൽ അവർക്കുള്ള ഭക്ഷണം, ശത്രുവിൽ നിന്നുള്ള സംരക്ഷണം, മറ്റു സുരക്ഷിതത്വം, ഇതൊക്കെ അവരുടെ ഈ പ്രാർത്ഥനയിലെ ആവശ്യങ്ങളാണ്. ഞങ്ങളുടെ പ്രശ്നത്തെ വിവേകത്തോടെയും സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെയും നിർവഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. അവർ ആവശ്യപ്പെട്ടത് സാധാരണയുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യമല്ല, മറിച്ച് അവരുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് പ്രത്യേകമായ കാരുണ്യമാണ് അള്ളാഹുവിൽ നിന്ന് അവരാവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് മിൻ റഹ്മത്തിക, നിന്റെ കാരുണ്യത്തിൽ നിന്ന് എന്ന് പറയാതെ മില്ലദുൻക റഹ്മ, നിന്നിൽ നിന്നുള്ള പ്രത്യേക കാരുണ്യം എന്ന ശൈലി പ്രയോഗിച്ചിട്ടുള്ളത്. അവരുടെ പ്രാർത്ഥനയുടെ കേന്ദ്രബിന്ദു ഈമാൻ സുരക്ഷിതമായി നിലനിർത്തി തരണമേ എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് ഞങ്ങളുടെ കാര്യം നല്ല നിലയിൽ ക്രമീകരിച്ചു തരണേ എന്നവർ പ്രാർത്ഥിക്കുന്നത്. അതായത് സത്യദീനിൽ ഉറച്ചു നിൽക്കാനും ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ലഭിക്കാനും സൗകര്യമൊരുക്കി തരണേ എന്നാണ് അവരുടെ ഈ പ്രാർത്ഥനയിലെ മുഖ്യ ആവശ്യം. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കൊണ്ട് അള്ളാഹുവിൻ്റെ നടപടിയാണ് അടുത്ത 2 ആയത്തുകളിൽ പറയുന്നത്. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ഉറച്ച വിശ്വാസികളായി കൊണ്ട് ജീവിച്ചു മരിക്കുവാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.